ഹലോ, എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും എല്ലാവരും കൂടെ അവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. കാര്യം മേഘനാഥൻ ജയിലിലാവാൻ കാരണം മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ആസൂത്രണം ചെയ്ത് മഞ്ജുവിനെ കൊണ്ട് മുൻപന്തി നിർത്തി ചെയ്യിപ്പിച്ചതാണെന്നാണ് ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേസ് കോടതിയിലെത്തി. മേഘനാഥനെ കോടതിയിലോട്ട് കൊണ്ടുവരികയും നമ്മുടെ മാനസ ഉൾപ്പെടെ എല്ലാവരും കോടതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മേഘനാഥൻ ഓരോരുത്തരെ കാണുന്ന സമയത്ത് വളരെ ഞെട്ടലോടെയാണ് നോക്കുന്നത്. കാര്യം തനിക്ക് ജയിച്ചെടുക്കാൻ പറ്റുമോ ഈ കേസ് എന്നുള്ള ഒരു ടെൻഷനും ആദ്യമൊക്കെ മേഘനാഥനുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മേഘനാഥൻ ഞെട്ടിയത് നമ്മുടെ അനന്തൻ വക്കീൽ അവിടെ വന്നതാണ്. കാര്യം കണ്ണൻ്റെ വക്കീലാണല്ലോ. അപ്പോൾ അവിടെ എത്തിയതാണ് മേഘനാഥനെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചത്. അപ്പം മഞ്ജുവിന് വളരെ സന്തോഷമായി. കാരണം അവരുടെ വക്കീലായിട്ട് എത്തിയതിൽ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ മേഘനാഥനെതിരെ ആദ്യത്തെ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ മേഘൻ ഓരോന്നിനായിട്ട് ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാര്യ മഞ്ജു നിങ്ങളെ ഉപേക്ഷിച്ചിപ്പോൾ വേറൊരു കല്യാണം കഴിച്ച കാര്യമൊക്കെ കോടതി മുൻപാകെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമുണ്ട്, അല്ലാതെ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പെറ്റീഷൻ കംപ്ലയിൻറ്റ് തന്നിക്കുന്നത് അങ്ങനെയല്ല എന്ന് വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ മേഘം പറയുന്നു, അതെനിക്കറിയില്ല, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും പല കെണികളും ഒരുക്കുന്നതാണ് വക്കീലെ, അല്ലാണ്ട് ഇതിൽ സത്യാവസ്ഥ ഒന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ ഒരു പെൺകുട്ടി കയറി പറയുമോ? അപ്പം മാനസേനെ കോർട്ടിൽ കയറ്റിയിട്ട് ക്വസ്റ്റ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കണം. അപ്പം വിവാഹത്തിന് മുന്നേ തന്നെ പ്രണയിക്കുകയും വാഗ്ദാനങ്ങൾ തരികയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും ഒരു മകൻ ഉണ്ടായെന്നും ഞങ്ങൾക്ക് ഇത്രയും നാൾ ചിലവിന് തന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചിലവിന് തരാണ്ടാവുകയും അതുപോലെ അയാളുടെ ഭാര്യ, അതായത് മേഘനാഥൻ്റെ ഭാര്യ മഞ്ജു മേഘനാഥനെ വിട്ടു പോയപ്പോൾ അതിൻ്റെ ദേഷ്യത്തിനായിട്ട് കൊല്ലാനായിട്ട് വരെ ശ്രമം നടത്തി. അതായത് മാനസനെ കൊല്ലാൻ വരെ ശ്രമിച്ചു എന്ന രീതിയിൽ മാനസ കോടതി മുമ്പാകെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ കെട്ടിച്ചമച്ച് പറയുന്ന കാര്യങ്ങളാണെന്നാണ് മേഘൻ വാദിക്കുന്നത്. അപ്പോൾ വക്കീൽ നമ്മുടെ അനന്തൻ വക്കീലെ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം കോടതി മുമ്പാകെ ജഡ്ജിയെ കാണിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ മേഘൻ ചെയ്തിട്ടുള്ള പല കൃത്യങ്ങളും, അതായത് മഞ്ജുവിനെ കോർട്ട് കയറ്റിയപ്പോഴും മഞ്ജു പറഞ്ഞു, ഇയാൾ ഒരു പെണ്ണുങ്ങളോട് കൂടുതലായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞുനാൾ മുതൽ എനിക്കറിയാവുന്ന എൻ്റെ മുറച്ചെറുക്കനാണ്. ഇയാളെ മാത്രം സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഇയാളൊരു പെണ്ണുങ്ങളുടെ പുറകെ മാത്രം ഒന്നൊന്നുമല്ല, ഒരുപാട് പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്യുകയും അവരുടെ ജീവിതങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇയാളിൽ നിന്ന് മാറി വേറൊരു വിവാഹം കഴിച്ചതെന്ന് മഞ്ജു പറഞ്ഞു. അത് മാത്രമല്ല മഞ്ജുവിൻ്റെ ഏട്ടത്തെയും കൊല്ലാൻ വരെ ശ്രമിച്ചത് ഈ മേഘനാഥനാണെന്നും അതോടൊപ്പം തന്നെ ഏട്ടൻ്റെ സ്വത്ത് മാത്രമാണ് ഇയാൾ പ്രണയിച്ചത്, അല്ലാണ്ട് എന്നെയല്ല, അത് കിട്ടില്ല എന്ന് ഉറപ്പ് വന്ന സമയത്താണ് ഇയാൾ എന്നോട് ക്രൂരമായി പെരുമാറിയെന്നൊക്കെയുള്ള രീതിയിൽ മഞ്ജു കുറേ കാര്യങ്ങൾ കോടതി മുമ്പാകെ പറഞ്ഞു. അപ്പോൾ എതിർഭാഗം നമ്മുടെ മേഘനാഥൻ്റെ വക്കീൽ അതൊക്കെ വന്ന് നിഷേധിച്ചെങ്കിലും പക്ഷേ അതിന് തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എതിർഭാഗം വക്കീലും പറയുന്നുണ്ട് ഇതൊക്കെ കെട്ടിച്ചമച്ച തെളിവുകളാണ്, അല്ലാണ്ട് ഒറിജിനലൊന്നുമല്ല. അപ്പോൾ ഇത് കെട്ടിച്ചമച്ചതാണെന്ന് തെളിവ് നിങ്ങളിലുണ്ടോ എന്ന് നമ്മുടെ ജഡ്ജി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ നമ്മുടെ എതിർഭാഗം വക്കീലിന് ഇല്ലായിരുന്നു. അങ്ങനെ മേഘനാഥൻ്റെയും വക്കീലിൻ്റെയൊക്കെ പിടുത്തങ്ങൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. കാര്യം കേസെല്ലാം അവർക്കെതിരെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾക്ക് അവസാനമായിട്ട് മേഘനാഥന് ഇത്ര മാത്രമേ പറയാനുള്ളൂ, അതായത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ചതിക്കുകയാണെന്നാണ് മേഘനാഥൻ കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അനന്ത് വക്കീൽ എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിക്കുകയും ജഡ്ജി അതെല്ലാം ലൈവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് ജഡ്ജി എന്നെ തീരുമാനമെടുത്തു, ഇതെല്ലാം കണ്ടിട്ട് താനൊരു വളരെ ക്രൂരനായിട്ടുള്ളൊരു ക്രിമിനൽ ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇത് താൻ നിഷേധിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിഷേധിക്കുന്നു, ഇതൊന്നും എൻ്റെ വ്യക്തമായ തെളിവുകളല്ല, ഇതൊക്കെ ഇവർ കെട്ടിച്ചമച്ച തെളിവുകളാണ്, എനിക്ക് ജാമ്യം നൽകണമെന്ന് നമ്മുടെ മേഘനാഥൻ പറയും. ഒരിക്കലും തനിക്ക് ജാമ്യം നൽകാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല, പിന്നെ ഇത് കെട്ടിച്ചമച്ചതാണെന്ന് ഉള്ള തെളിവ് എന്തെങ്കിലും തൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മേഘനാഥന് മറുപടിയൊന്നുമില്ല. എതിർഭാഗം വക്കീലിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ അനന്തം വക്കീൽ എടുത്തു പറഞ്ഞായിരുന്നു ഇയാൾക്ക് ഒരിക്കലും ഇയാളെ പുറത്തു വിടരുത്, കാരണം പുറത്തു വിട്ട് കഴിഞ്ഞാൽ മഞ്ജുവിൻ്റെയും അതോടൊപ്പം തന്നെ മാനസയുടെയും കുഞ്ഞിൻ്റെയും ജീവന് പോലും ഇയാളെ മേഘനാഥനെ പുറത്തു വിടുകയാണെങ്കിൽ ആപത്താണ്.
കാര്യം ഇയാൾക്ക് ഒരിക്കലും ജാമ്യം കോടതി കൊടുക്കരുത് എന്ന് തീർത്തും വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മുടെ മേഘനാഥന് ജാമ്യം കോടതി കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കോടതി വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് കേട്ട് നമ്മുടെ മേഘനാഥൻ അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് നമ്മുടെ മാർക്കോയെയും നമ്മുടെ സാഗറിനെയും മഞ്ജുവിനെയും മാനസയും ഒക്കെ വളരെ രൂക്ഷമായിട്ട് കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടിയാണ് മേഘൻ ആ കോർട്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ദുർഗയും നമ്മുടെ ഉണ്ണിയും നമ്മുടെ രേണു എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. അനന്തം വക്കീലിനെ വിട്ടത് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ തന്നെ ചേർന്നായിരിക്കും എന്നൊക്കെ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അവർ ഓഫീസിൽ പോയിട്ട് വരുന്ന സമയത്ത് ഇവർ മൂന്നുപേരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുർഗ പറയും കണ്ണനോട്, നീ മനഃപൂർവ്വം അല്ലേ മേഘനാഥനെ കുരുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ആ അനന്തം വക്കീലിനെ അവിടെ വിട്ടത്? അതിപ്പോൾ ഞാൻ വിട്ടാലും വിട്ടില്ലെങ്കിലും മേഘൻ ചെയ്ത തെറ്റുകളെല്ലാം എന്നായാലും പുറത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്നിട്ട് ദുർഗ കണ്ണനെ കുറ്റപ്പെടുത്തുകയാണ്, നീ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന്. മേഘൻ്റെ ജീവിതം ഈ തരത്തിലായത് എല്ലാം നീ കാരണമാണ്. അപ്പോൾ കണ്ണൻ തിരിച്ചു ചോദിക്കുക, അപ്പോൾ അമ്മയുടെ മകൾ എന്തുകൊണ്ടാണ് മേഘനെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ വേറൊരുത്തൻ്റെ കൂടെ പോയെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ദുർഗയ്ക്ക് മറുപടിയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം തീർത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇനി ആരുടെയും ഒരു കേസും ഇവിടെ നടപടിയായി പോവില്ല. കാര്യം മേഘൻ എന്തായാലും അകത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു കേസ് കെട്ടുകളും ഇനി പുറത്ത് നടക്കില്ല. കാരണം മേഘനും അവൻ്റെ അച്ഛൻ ഈ വീൽ ചെയറിലുള്ള അവസ്ഥയായി, പിന്നെ മേഘൻ ജയിലിലും ആയി കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് പ്രതാപനും മുത്തശ്ശിയൊക്കെയാണ്. അവരൊക്കെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് എത്രത്തോളം നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ വൻ ട്വിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം രീതിയിൽ ഇത് വിജയിച്ച് പോകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. മേഘനാഥന് ഇനി ജാമ്യം കിട്ടുന്ന വല്ല വകുപ്പും എത്തിച്ചേരുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ കേസ് വന്നു തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലെ ഓരോ പ്രൊമോ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓളൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിരണം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ആയിട്ട് നമ്മളെ അറിയിക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യുക. അപ്പോൾ വേറെ എല്ലാവർക്കും നല്ല വിശേഷങ്ങളാവട്ടെ എന്ന് കരുതുന്നു. ഇന്ന് നല്ലൊരു ഡേ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ ഞാനൊരു ജസ്റ്റ് ഇന്നത്തെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എപ്പിസോഡുകളിൽ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കേൾക്കാം. നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ അതിൻ്റേതായ ഒരു ഇൻട്രോ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇനി മേഘനാഥന് പുറം ലോകം കാണാനുള്ള അവസരം തീരെ കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാ വാതിലുകളും മേഘനാഥൻ്റെ മുന്നിൽ കൊട്ടിയടഞ്ഞു. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിലെ വൺ ട്വിസ്റ്റുകൾ മഹാലക്ഷ്മി സീരിയലിലൂടെ നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.